ഒരു ജനറ്റിക് കോഡിൻ്റെ സേലിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒരു ജനറ്റിക് കോഡിന് ഉണ്ടാവുന്ന സേലിയൻ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്? പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ട്രിപ്ലറ്റ് കോഡ്. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ കോഡോണും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഓരോ കോഡോണും ട്രിപ്ലറ്റ് കോഡുകളാണെന്ന് പറഞ്ഞു. സോ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ജനറ്റിക് കോഡിൻ്റെ ട്രിപ്ലറ്റ് കോഡ്. ട്രിപ്ലറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനറ്റിക് കോഡുകളും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന എല്ലാ ജനറ്റിക് കോഡുകളും എന്താണ്? ട്രിപ്ലറ്റ് കോഡാണ്. ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് ഒരു ട്രിപ്ലറ്റ് കോഡാണ്. 3 ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ട്രിപ്ലറ്റ് കോഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പ്രകാരം ആ 4:3 അങ്ങനെ വരുമ്പോൾ നമുക്ക് 64 കോഡോൺ, 20 അമിനോ ആസിഡില്ല അതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. 64 കോഡോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 64 കോഡോണിൽ 61 കോഡോണുകൾ കോഡ് ഫോർ അമിനോ ആസിഡ്. 64 എണ്ണത്തിൽ 61 എണ്ണം എന്തിനാണ്? ഓരോ പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നവയാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് സെൻസ് കോഡോൺ. 61 എണ്ണം 64 എണ്ണത്തിൽ അമിനോ ആസിഡുകളെ കോഡ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ സെൻസ് കോഡോൺ എന്ന് വിളിക്കുന്നു. ബാക്കി 3 കോഡോണുകൾ 64-ൽ 61 എണ്ണം കഴിഞ്ഞാൽ ബാക്കി 3 കോഡുകൾ ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. ബാക്കി 3 എണ്ണം ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ നോൺസെൻസ് കോഡോൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നു. 61 കോഡോണുകളും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് കൊണ്ട് സെൻസ് കോഡോൺ എന്നും ബാക്കി 3 കോഡോണുകൾ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാത്തവയാണ്. അവരെ നമ്മൾ നോൺസെൻസ് കോഡോൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ സ്റ്റോപ്പ് കോഡോൺ എക്സാമ്പിളാണ് UAA, UAG, UGA. ഈ 3 എണ്ണമാണ് സ്റ്റോപ്പ് കോഡോൺ. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോഡ് എന്തിനു വേണ്ടിയിട്ടാണ്? മെസ്സഞ്ചർ RNAയിലുള്ള ആ ജനറ്റിക് ഇൻഫർമേഷനെ, മെസ്സേജ് ഫോമിലുള്ള ജനറ്റിക് ഇൻഫർമേഷനെ പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കാനുള്ള കോഡുകളാണ് ജനറ്റിക് കോഡുകൾ. സോ പ്രോട്ടീൻ സിന്തസിസിനെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന കോഡുകളാണ് UAA, UAG, UGA. സോ പ്രോട്ടീൻ സിന്തസിസിലെ സ്റ്റോപ്പ് കോഡോണുകളാണ്. സോ ഇതാണ് ജനറ്റിക് കോഡുകളിലെ 3 സ്റ്റോപ്പ് കോഡോൺ. UAA, UAG, UGA 3 സ്റ്റോപ്പ് കോഡോണുകൾ. സോ എല്ലാ കോഡോണുകളും എന്താണ്? ജനറ്റിക് കോഡുകൾ അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രിപ്ലറ്റ് കോഡോണാണ്. അതിൽ 64 കോഡോണുകളിൽ 61 എണ്ണം അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് കൊണ്ട് സെൻസ് കോഡോൺ എന്നും ബാക്കി 3 എണ്ണം അമിനോ ആസിഡിനെ കോഡ് ചെയ്യാത്തത് കൊണ്ട് അതിനെ നോൺസെൻസ് അഥവാ സ്റ്റോപ്പ് കോഡോണുകൾ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ UAA, UAG, UGA. രണ്ടാമത്തെ പ്രോപ്പർട്ടി ജനറ്റിക് കോഡിൻ്റെ അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്. അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്കിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ കോഡോൺ നമ്മൾ ഈ പറഞ്ഞ 64 കോഡോണിൽ 61 എണ്ണം നമ്മൾ പറഞ്ഞ എന്താണ്? അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നവയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കോഡോൺ കോഡ്സ് ഫോർ ഓൺലി 1 അമിനോ ആസിഡ്. ഒരു പെർട്ടിക്കുലർ കോഡ്, ഒരു ട്രിപ്ലറ്റ് കോഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ തന്നെയാണ് കോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നതാണ് അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്. ഒരു പെർട്ടിക്കുലർ കോഡോൺ എടുത്താൽ ആ പെർട്ടിക്കുലർ കോഡോൺ ആ പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ തന്നെയാണ് കോഡ് ചെയ്യുന്നത്. അത് സ്പെസിഫിക് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പറഞ്ഞു അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്. ഫോർ എക്സാമ്പിൾ ACG എന്ന് പറഞ്ഞ ഒരു ട്രിപ്ലറ്റ് കോഡോൺ. ACG എന്ന് പറഞ്ഞ ട്രിപ്ലറ്റ് കോഡ് ചെയ്യുന്നത് ത്രിയോണിൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡിനെയാണ്. ACG എന്ന് പറഞ്ഞത് ത്രിയോണിൻ. സോ ACG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിയോണിൻ തന്നെയാണ്, വേറെ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യില്ല. അതാണ് സ്പെസിഫിക് അല്ലെങ്കിൽ അൺആംബിഗ്വസ്. അടുത്തത് AAA. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രിപ്പിൾ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. സോ AA എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തായി മാറില്ല? ത്രിയോണിനെ കോഡ് ചെയ്യില്ല. AA എന്ന് പറഞ്ഞാൽ ലൈസിനെ മാത്രവും ACG എന്ന് പറഞ്ഞാൽ ത്രിയോണിനെ കോഡ് ചെയ്യുള്ളൂ. സോ ഒരു പെർട്ടിക്കുലർ ട്രിപ്പിൾ കോഡോൺ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. അതാണ് സ്പെസിഫിക്. ഇനി ഒരു എക്സാമ്പിൾ പറയുന്നത് UUG. സോ UUG എന്ന് പറഞ്ഞാൽ ലൂസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. സോ ഓരോ ട്രിപ്ലറ്റ് കോഡോനും ഓരോ പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ, വേറൊരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യില്ല. അതുകൊണ്ട് അതിനെ അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക് എന്ന് പറയുന്നു. സോ ACG എന്ന് പറഞ്ഞത് ത്രിയോണിനും, AA എന്ന് പറഞ്ഞത് ലൈസിനും, UUG എന്ന് പറഞ്ഞത് AA എന്ന് പറയുന്നത് ലൈസിനും, UUG എന്ന് പറയുന്നത് ലൂസിനുമാണ്. ഒരിക്കലും ACG എന്ന് പറയുന്നത് ലൈസിനാവില്ല, അല്ലെങ്കിൽ ACG എന്ന് പറയുന്നത് ലൂസിനാവില്ല. അതുപോലെ
UUG എന്ന് പറയുന്നത് ഒരിക്കലും ലൈസിനോ ത്രിയോണിനോ ആവില്ല. UUG എന്ന് പറയുന്നത് ലൂസിൻ മാത്രമേ ആവൂ. സോ ഓരോ ട്രിപ്ലറ്റ് കോഡനും ആ പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് സ്പെസിഫിക് ആൻഡ് അൺആംബിഗ്വസ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജനറ്റിക് കോഡിൻ്റെ ഡീജനറേറ്റ്. ഡീജനറേറ്റ് ഏതാണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ സം അമിനോ ആസിഡ്, ചില അമിനോ ആസിഡ് കോഡഡ് ബൈ മോർ ദാൻ വൺ കോഡോൺ. ചില പെർട്ടിക്കുലർ അമിനോ ആസിഡുകൾ ഒന്നിലധികം കോഡോൺ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കോഡോൺ ചില മൾട്ടിപ്പിൾ കോഡോണുകൾ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. അതായത് ചില അമിനോ ആസിഡുകൾ ഒന്നിലധികം കോഡോൺ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ ദ കോഡ് ഈസ് ഡീജനറേറ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ കോഡോൺ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. സോ ആ ജനറൽ ആയിട്ടുള്ള ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ നേച്ചറിൽ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഡീജനറേറ്റ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലാണ് ചേഞ്ച് വരുന്നത്? ഒരു അമിനോ ആസിഡിന് ഒന്നിലധികം കോഡോണുകൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ ഡീജനറേറ്റ്. എക്സാമ്പിളുകൾ പറയാം. UCU, UCC, UCA, UCG ഇതൊക്കെ ട്രിപ്ലറ്റ് കോഡുകളാണ്. ഈ എല്ലാ ട്രിപ്ലറ്റ് കോഡുകളും ഒരൊറ്റ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്, സെറൈൻ. അതായത് UCU എന്ന് പറഞ്ഞാലും സെറൈനാണ്, UCC എന്ന് പറഞ്ഞാലും സെറൈനാണ്, UCA എന്ന് പറഞ്ഞാലും സെറൈനാണ്, UCG എന്ന് പറഞ്ഞാലും സെറൈനാണ്. സോ ഈ സെറൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ ഒന്നിലധികം കോഡോണുകൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു? ഡീജനറേറ്റ്. നോർമലായിട്ടുള്ള ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മൾ പറഞ്ഞത് ഇത് ശരിയാണ്. ഈ ACG എന്ന് പറയുന്നത് ത്രിയോണിൻ തന്നെയാണ്, ഒരിക്കലും വേറൊരു അമിനോ ആസിഡായിട്ട് മാറില്ല. ഇതും ശരിയാണ്. എന്താണ്? ഈ സെറൈന് ഒന്നിലധികം ടൈപ്പ് കോഡോണുകളുണ്ട്. രണ്ടും ശരിയാണ്. ബട്ട് ഇങ്ങനെയുള്ള ക്യാരക്ടർ വരുമ്പോൾ അതിനെ ഡീജനറേറ്റ് എന്ന് പറയും. അടുത്തൊരു എക്സാമ്പിൾ പറയാം. UUU അതുപോലെ UUC ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിപ്ലറ്റ് കോഡോണാണ്. പക്ഷേ രണ്ടും കോഡ് ചെയ്യുന്ന ഒരൊറ്റ അമിനോ ആസിഡിനെയാണ്. ഏതാണ്? ഫിനൈൽ അലനൈൻ. സോ ഫിനൈൽ അലനൈൻ തന്നെയാണ് UUU അതുപോലെ UUC എന്ന് പറഞ്ഞാൽ. വേറൊരു എക്സാമ്പിൾ നോക്കാം. CAU അതുപോലെ CAC ഇത് രണ്ടും ഒരൊറ്റ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്, ഹിസ്റ്റഡിൻ. സോ ഹിസ്റ്റഡിന് ഒന്നിലധികം കോഡോണുകളുണ്ട്. അതുപോലെ ACU, ACC, ACA, ACG ഇതൊക്കെ കോഡ് ചെയ്യുന്ന ഒരൊറ്റ അമിനോ ആസിഡിനെയാണ് ത്രിയോണൈൻ. സോ ത്രിയോണൈൻ നമ്മളിവിടെ പറഞ്ഞതാണ് ACG, അതാണ് ഇവിടെ കൊടുത്തത്. ഈ ത്രിയോണൈന് ഈ ACG കൂടാതെ ACA, ACC, ACU ഈ 3 കോഡോണുകളും കൂടിയും ഈ പറഞ്ഞ ത്രിയോണിനെ കോഡ് ചെയ്യുന്നുണ്ട്. സോ ത്രിയോണൈന് ഒന്നിലധികം കോഡുകളുണ്ട്. അതുപോലെ ഹിസ്റ്റഡിനും 2 കോഡോണുകളുണ്ട്, ഫിനൈൽ അലൈനിന് 2 കോഡോണുണ്ട്, സെറൈന് 4 കോഡോണുണ്ട്. ഇങ്ങനെ ചില പെർട്ടിക്കുലർ അമിനോ ആസിഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നിലധികം കോഡോണുകൾ കാണപ്പെടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡീജനറേറ്റ്. അതേസമയം ഒരു പെർട്ടിക്കുലർ കോഡൺ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രം കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്.